ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ആണ്. ലൈവിൽ ഫുഡിൻ്റെ പേരിൽ കിച്ചണിലടി, ഫുഡ് കിട്ടാത്തതിൻ്റെ പേരിൽ ഹൈജീൻ്റെ പേരിലാണ് ഇപ്പോൾ അടി നടന്നത്. അടി നടക്കുന്നത് ഷാനവാസും ലക്ഷ്മിയും തമ്മിലാണ്. ലക്ഷ്മിക്ക് അടുക്കളയിൽ കയറി പണി എടുക്കാനും കഴിയില്ല, എടുക്കുന്ന ആളെ കൊണ്ട് ഇടിപ്പിക്കുകയില്ല. ആ ഒരു അവസ്ഥയിലേക്കാണ് ലൈവിലെ കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ലൈവിൽ നടന്നൊരു സംഭവമാണ്. മട്ടൻ കറി ഉണ്ടാക്കുകയാണ്. ഷാനവാസാണ് ഉണ്ടാക്കുന്നത്. മട്ടൻ കട്ട് ചെയ്തതും അത് കറി വെക്കാനുള്ള മസാല ഉണ്ടാക്കുന്നതും ഒക്കെ ഷാനവാസാണ്. മസാല കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് ഷാനവാസ് എന്ത് ചെയ്തു, കുറച്ച് മസാല എടുത്ത് കഴിച്ചു നോക്കി. കുക്കറിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് മസാല എടുക്കുന്നു. എന്നിട്ട് ആ സ്പൂണിൽ നിന്ന് കയ്യും കൊണ്ട് എടുത്ത് അങ്ങോട്ട് കഴിച്ചു ടേസ്റ്റ് നോക്കി. ഇതിനകത്ത് എന്താണ് ഇത്രയ്ക്ക് ഹൈജീൻ പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല. ശരിയാണ്, എല്ലാവർക്കും കൂടി ഉള്ള കഴിക്കാനുള്ള ഭക്ഷണമാണ്. എല്ലാ സാധനത്തിനും അങ്ങോട്ട് കൈയിട്ട് കഴിക്കുകയാണെങ്കിൽ, അങ്ങനെ എടുത്ത് കൈയിട്ട് കഴിക്കുകയാണെങ്കിൽ ഓക്കെ, ലക്ഷ്മി പറഞ്ഞ പോലെ എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണമാണ്, കൈയിട്ട് ഇളക്കുന്നു എന്നൊക്കെ പറയാം. പക്ഷേ ഷാനവാസ് ചെയ്തിരിക്കുന്നത്, ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് മസാല. അപ്പോൾ ഇതെല്ലാവർക്കും കഴിക്കാനുള്ളതാണ്. ഇപ്പോൾ മസാല കറക്റ്റാണോ, ഉപ്പും മുളകും ഒക്കെ കറക്റ്റാണോ നോക്കാൻ വേണ്ടിയിട്ട് ഷാനവാസ് കുറച്ചെടുത്തിട്ട് കഴിച്ചു നോക്കി. അത് കുക്കറിൽ നിന്ന് കയ്യിൽ വെച്ചിട്ട് എടുത്തു. അതിൽ നിന്ന് കൈ കൊണ്ട് എടുത്ത് കഴിച്ചു. കയ്യിലും കൊണ്ട് എടുത്തിട്ട് അത് സ്പൂണും കൊണ്ട് എടുത്ത് കഴിക്കണമായിരുന്നു. ഇതെല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അവിടെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി ആകെ സീൻ. ലക്ഷ്മി ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുകയാണ്. ഷാനവാസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാനൊന്ന് കയ്യും കൊണ്ട് എടുത്ത് കഴിച്ചതിൽ നിനക്ക് ഇത്രയും പ്രശ്നം. ഈ ചപ്പാത്തി ഈ കൈ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ഈ മട്ടൻ കട്ട് ചെയ്തത് ഈ കൈ കൊണ്ടാണ്, അത് നിനക്ക് പ്രശ്നമില്ല. എന്നാൽ ശരി, നീ കഴിക്കണ്ട, നീ ചപ്പാത്തി കഴിക്കണ്ട, നീ മട്ടൻ കറി കഴിക്കണ്ട. മട്ടൻ ഞാൻ എൻ്റെ ഈ കൈ കൊണ്ടാണ് കട്ട് ചെയ്തത്, നീ കഴിക്കണ്ടെന്നേ. ചപ്പാത്തി ഞാൻ ഈ കൈ കൊണ്ടാണ് കുഴക്കുന്നത്, നീ കഴിക്കണ്ട. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഇന്നത്തെ ചപ്പാത്തി നീ കുഴച്ചാൽ മതി എന്ന് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു. നീ കുഴച്ചാൽ മതി. അപ്പോൾ അത് ലക്ഷ്മിക്ക് പറ്റിയില്ല. ഇത്രയും പേർക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കട്ടെ, ലക്ഷ്മിക്ക് നടക്കും. അതല്ല, ലക്ഷ്മിയുടെ കയ്യിൽ നെയിൽ ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, നെയിൽ എക്സ്റ്റൻഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോകും. അപ്പോൾ ലക്ഷ്മിക്ക് അത് പറ്റിയില്ല. ഷാനവാസ് പറയുകയും ചെയ്തു. അപ്പോൾ ലക്ഷ്മി പറയണേ, ഇല്ല ഞാൻ ചെയ്യില്ല, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പണിയുള്ളൂ, ഞാൻ ചെയ്യില്ല, നിങ്ങൾ തന്നെ ചെയ്യണം എന്ന്. അങ്ങനെ ഷാനവാസും ലക്ഷ്മിയും തമ്മിലുള്ളൊരു ചൊറിയാണ്. ലക്ഷ്മി വെറുതെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാന്നൊക്കെ പറയില്ലേ, വെറുതെ പോയി വടി കൊടുത്ത് അടി വാങ്ങി മിണ്ടാതെ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ഷാനവാസിൻ്റെ ഷോ കാണാനല്ല ഞങ്ങളിവിടെ ഇരിക്കുന്നത് എന്നുള്ള ഒരു ഭയങ്കര ഡയലോഗൊക്കെയാണ് ലക്ഷ്മി പറയുന്നത്. അപ്പോൾ ലക്ഷ്മിയോട് വന്ന് അടുക്കളയിൽ കയറാൻ പറഞ്ഞപ്പോൾ ലക്ഷ്മിക്കാണെങ്കിൽ ഒന്നാമത് കുക്കിംഗ് അറിയില്ല, അതിൽ അടുക്കളയിൽ കയറാൻ താല്പര്യമില്ല. അവിടെ അനുമോളും ഷാനവാസും അവരെല്ലാവരും കൂടി ഭയങ്കരമായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. എന്നാൽ കിച്ചൺ ടീമിലായിട്ടുള്ള ലക്ഷ്മി അവിടെ മാറിയിരുന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല. എല്ലാ പണിയും കഴിഞ്ഞിട്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട്, അനു എന്തെങ്കിലും ഞാൻ ചെയ്യണമെന്ന്. അപ്പോൾ ഈ ഒന്നും ചെയ്യേണ്ട, എല്ലാം കഴിഞ്ഞു ചേച്ചി എന്ന് അനുമോൾ പറയുന്നു. ഷാനവാസ് കുറച്ച് കറി കൈയും കൊണ്ട് എടുത്ത് കഴിച്ചത്, അത് കയ്യിലും കൊണ്ട് എടുത്തിട്ട് ആ കയ്യിൽ നിന്നാണ് എടുത്ത് കഴിച്ചിരിക്കുന്നത്. അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരു കോണ്ടന്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയോ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ലക്ഷ്മി വന്നതാണ്. ഇപ്പോൾ ലക്ഷ്മിക്ക് പണിയായിട്ടുണ്ട്. രാത്രി ചപ്പാത്തി ലക്ഷ്മി കുഴച്ചാൽ മതി എന്നാണ് ഷാനവാസ് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മട്ടൻ കറി നീ കഴിക്കണ്ട, ഞാൻ കൈയിട്ടല്ലേ, നീ കഴിക്കണ്ട, മട്ടൻ ഞാനാ വെട്ടിയത്, നീ കഴിക്കണ്ടെന്ന്. എന്നാൽ ഞാനതൊക്കെ കഴിക്കും, നിങ്ങൾ നോക്കിയാൽ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷ്മിക്ക് ഇപ്പോൾ പണി വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്. ഷാനവാസിനെ കയറി ചൊറിയാൻ നിന്ന ലക്ഷ്മിക്ക് നല്ലൊരു മാന്തല കിട്ടിയിരിക്കുന്നത്. കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ ഇനി നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്താകുമെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.